ജാസ്മിനും സിജോയും പൊരിഞ്ഞടി. എന്താണ് റീസൺ എന്ന് പറയാം. ബിഗ് ബോസ് ഇവർക്കൊരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. നോമിനേഷനിലുള്ളവർക്ക് അവരെന്തുകൊണ്ട് നോമിനേഷനിൽ വന്നു എന്നും നോമിനേഷനിൽ വരാൻ അവർ അർഹരാണോ എന്നും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അവർ എന്തുകൊണ്ട് അവിടെ നിൽക്കണം, അല്ലെങ്കിൽ പ്രേക്ഷകരെ അവരെന്തുകൊണ്ട് അവിടെ നിർത്തണം എന്നുള്ളത് അവർക്ക് വിശദീകരിച്ചിട്ട് പറയാം. അതേപോലെ മറ്റുള്ളവർക്ക്, മറ്റു കണ്ടസ്റ്റൻസിന് ഇവരോട് ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദ്യങ്ങളും ചോദിക്കാം എന്നുള്ളത്. അപ്പോൾ ഈ ടാസ്കിന്റെ ഇടയ്ക്ക് ജാസ്മിൻ സംസാരിക്കേണ്ട ഒരു അവസരം വന്ന സമയത്ത് സിജോ ജാസ്മിന്റെ അടുത്ത് ചോദിക്കുന്നു, ഗബ്രിയുടെ മാലയും ഫോട്ടോയും ഒക്കെ വെച്ച് ജാസ്മിൻ ഇരുന്ന സമയത്ത് സിജോ ചോദിക്കുന്നു, ഇത് നിന്റെ വീട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ അവർ ഈ ഫോട്ടോ കീറിക്കളയില്ലേ, അവർക്കത് വിഷമാവില്ലേ എന്നുള്ളത്. അപ്പോൾ അന്ന് ജാസ്മിൻ പറഞ്ഞു അവർക്കതൊന്നും പ്രശ്നമല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഒരവസരം വന്നപ്പോൾ സിജോ തിരിച്ചു ചോദിക്കുകയാണ്, നിന്റെ അച്ഛനും അമ്മയും വന്ന സമയത്ത് അവർ ആദ്യം ചെയ്തത് ആ ഫോട്ടോ എടുത്ത് കളയുകയും പിന്നെ മാല നിന്റെ അടുത്ത് നിന്ന് മാറ്റിക്കൊണ്ട് പോവാണ്. അപ്പം അന്ന് നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, അതിൽ റിഗ്രറ്റ് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം ജാസ്മിൻ പറയുന്നു, അന്ന് നീ എന്നോട് ചോദിച്ചത് ഫോട്ടോ കീറിക്കളയുമോ എന്നാണ്, ഫോട്ടോ അവർ കീറിക്കളയില്ല എന്നാണ് അന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ സിജോ പറയുന്നുണ്ട്, ഈ ഫോട്ടോ കീറിക്കളയുമെന്ന് ഉദ്ദേശിച്ച് അവർക്കത് വിഷമാവും, അപ്പോൾ അവരതെടുത്ത് മാറ്റില്ലെന്ന് തന്നെയാണ്. പക്ഷെ ജാസ്മിൻ ആ വേർഡിൽ പിടിച്ചിട്ട് നീ പക്ഷെ അന്ന് കീറിക്കളയുമെന്നാണ് ചോദിച്ചത്, അവർ കീറിക്കളയില്ല എന്നാണ് പറഞ്ഞതെന്ന്. ഈ ചോദ്യം ചോദിച്ചത് ജാസ്മിൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, ജാസ്മിൻ്റെ മനസ്സിലതുണ്ട്. പിന്നീട് ശ്രീതു ഇതേപോലെ വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് സിജോ ചോദിച്ചു, ശ്രീതു ഇത്രയും നാളും ബിഗ് ബോസിൽ നിന്നിട്ട് എന്ത് സംഭാവനയാണ് ബിഗ് ബോസിലേക്ക് കൊടുത്തതെന്നുള്ളത്. അപ്പോൾ ഈ സംഭാവന എന്ന് കേട്ടപ്പോൾ ജാസ്മിൻ അവിടെ ഇരുന്ന് കളിയാക്കിയിട്ട് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ സിജോ പറഞ്ഞു, സംഭാവന എന്ന് പറഞ്ഞാൽ ഈ പൈസ മാത്രമല്ല, എന്താണ് ശ്രീതു ബിഗ് ബോസിൽ വന്നിട്ട് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ശ്രീതു അതിന് ആൻസർ പറഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ടാസ്ക് കംപ്ലീറ്റ് ആയ സമയത്ത് ജാസ്മിൻ ചെന്ന് ശ്രീതുവിൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീതു നീ എത്ര സംഭാവന കൊടുത്തു, എന്നാ 50 രൂപ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കിയ ഒരു ഇതിൽ പറഞ്ഞു. അപ്പം സിജോ പറഞ്ഞു, ജാസ്മിനെ സംഭാവനയുടെ കാര്യമാണെങ്കിൽ നീ നിന്റെ വീട്ടുകാർക്ക് കൊടുത്ത പോലുള്ള സംഭാവന ഇവിടെ ആരും കൊടുത്തിട്ടില്ല, കൊടുക്കാനും പാടില്ല എന്നുള്ളത്. അപ്പം ജാസ്മിൻ അതിൽ കയറി പിടിച്ചു. ജാസ്മിൻ ചോദിക്കുന്നു, സിജോ എന്ത് സംഭാവനയാണ് ഇവിടെ കൊടുത്തത്, പുറത്ത് പോയിട്ട് പോരാളിയായിട്ട് തിരിച്ചു വന്നതല്ലാതെ സിജോ എന്ത് സംഭാവനയാണ് കൊടുത്തതെന്ന് സിജോൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ സിജോ ഇത് തന്നെ പറയുന്നു, നീ നിന്റെ വീട്ടുകാർക്ക് കൊടുത്തിട്ടുള്ള സംഭാവന പോലെ ഇവിടെ കൊടുത്തിട്ടില്ല, ഇവിടെ ആരും കൊടുക്കാറില്ല എന്ന്. അപ്പോൾ ജാസ്മിൻ പറയുന്നു, നിനക്ക് ഈ ഗബ്രീൻ്റെയും വീട്ടുകാരുടെയും കാര്യമല്ലാതെ എന്നെ പറ്റി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സിജോ പറയുന്നു, നിന്റെ ഹൈജീൻ എനിക്ക് ഇഷ്ടമല്ല, നിന്റെ ചേഷ്ടകൾ, നിന്റെ പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് സിജോ പറയുമ്പോൾ എന്താണ് എൻ്റെ ഹൈജീൻ എന്ന് ചോദിക്കുകയാണ് സിജോൻ്റെ അടുത്ത്. എന്താണ് എൻ്റെ ഹൈജീൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ സിജോ പറയുന്നു, ഒരിക്കൽ നമ്മൾ കിച്ചൺ ടീം ആയിരുന്ന സമയത്ത് ഞാൻ നിന്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, ജാസ്മിനെ ഈ മൂക്കിങ്ങനെ ചീറ്റി എന്ന് പറയുമ്പോഴത്തേക്കിനും മൂക്ക് ചീറ്റുന്നത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് സിജോനെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ജാസ്മിൻ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം സിജോ പറയുന്നു, ജാസ്മിനെ ഞാൻ സംസാരിക്കട്ടെ, നീ അന്ന് മൂക്ക് ചീറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് മറ്റുള്ളവർക്ക് ഡിസ്കംഫർട്ട് ആവും എന്നുള്ളത്. അപ്പം ജാസ്മിൻ പറഞ്ഞു, നീ അത് കഴിഞ്ഞിട്ടുള്ളത് പറ, മൂക്ക് ചീറ്റിയിട്ട് ഞാൻ പോയി കൈ കഴുകിയില്ലേ, കൈ കഴുകിയിട്ട് വന്നിട്ടല്ലേ ബാക്കി ഭക്ഷണം ഉണ്ടാക്കി എന്നൊക്കെ ഉള്ളത് ജാസ്മിൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജാസ്മിൻ പോയിട്ട് അർജുൻ്റെ ശ്രീധുവിൻ്റെ അടുത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ സംഭാവന എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും പിന്നെ സിജോ പറയുന്നത്, നീ വീട്ടുകാർക്ക് കൊടുത്തതുപോലെ എന്ന് പറയുന്നു. പിന്നെന്താ വേറെന്ത് കാര്യം എന്നെപ്പറ്റി പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ പിന്നെ ഹൈജീൻ്റെ കാര്യം പറയുന്നു. എൻ്റെ ഹൈജീൻ്റെ ഇഷ്യൂ എന്താ, ഞാൻ മൂക്ക് ചീറ്റിട്ട് കൈ കഴുകിയിട്ടാണ് ഇവിടെ വന്ന് നിന്നത്. പക്ഷേ സിജോ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കിനും പിന്നെ അത് മാത്രം സിജോ പറയുന്നില്ല, ഞാൻ എന്തോ തെറ്റ് ചെയ്തതുപോലെയാണ്, അത് കേൾക്കുന്നവർക്കും അങ്ങനെയല്ലേ തോന്നുക, അത് പറയുമ്പോൾ മുഴുവനും പറയണ്ടേ എന്നുള്ളത് ജാസ്മിൻ പറയുന്നു. അപ്പോൾ സിജോ പറഞ്ഞു, ഈ ശബ്ദത്തിൽ മൂക്ക് ചീറ്റുമ്പോൾ അപ്സരയും നന്ദനയൊക്കെ വന്നിട്ട് അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതൊരു ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് പോലെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പുറകിലിരുന്നിട്ടും ഈ മൂക്ക് ഇങ്ങനെ ശക്തിയായിട്ട് ചീറ്റുന്ന സമയത്ത് അങ്ങനെ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജാസ്മിനും അർജുനും ശ്രീതുവും ഇത് രണ്ടുപേരും പറയുന്നത് കേൾക്കുന്നുണ്ട്, രണ്ടുപേരുടെ അടുത്തും അഭിപ്രായവും പറയുന്നുണ്ട്. സത്യത്തിൽ സിജോ ഈ വീട്ടുകാരുടെ കാര്യം എടുത്ത് ചോദിച്ചത് ജാസ്മിൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം അത് മനസ്സിലുണ്ടായിരുന്നു, അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഇതിന്. പിന്നെ ഈ ടാസ്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ ജാസ്മിൻ അവിടെ ഒരു കള്ളം പറഞ്ഞു, അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. സായി ഇതേപോലെ വന്ന് സംസാരിക്കാൻ നിന്നിരുന്ന സമയത്ത് സായിൻ്റെ അടുത്ത് പിന്നെ ജാസ്മിൻ ചോദിച്ചിരുന്നു, സായി എപ്പോഴും വീട്ടിൽ പോകണം എന്ന് പറയും, പിന്നെ എന്തിനാണ് വീട്ടിൽ പോകണം എന്ന് ആഗ്രഹമുള്ള ആൾ ഇത്രയും വന്ന് നിന്നിട്ട് വിശദീകരിച്ച് ന്യായീകരിക്കേണ്ട ആവശ്യം എന്താണ്, ഇത്രയും പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത്. അപ്പം സായി പറഞ്ഞിരുന്നു, എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ വളരെ മോശമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോകണം, എന്നെക്കാട്ടിലും ബെറ്ററായിട്ട് കളിക്കുന്ന ആൾക്കാർ ഇവിടെ നിൽക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ജാസ്മിൻ്റെ ഊഴം വന്ന സമയത്ത് ജാസ്മിൻ പറഞ്ഞു, ഗബ്രി പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര ഡൗൺ ആയിരുന്നു, എനിക്കിവിടെ നിൽക്കണം എന്നില്ലായിരുന്നു, പോകണം എന്ന് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് വിശദീകരിച്ച് പറയാണ്. അപ്പം സായി തിരിച്ചു ചോദിക്കുകയാണ്, ഇപ്പോൾ ജാസ്മിനും അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ട്, ഇവിടെ നിൽക്കണ്ട പോകണം എന്നുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് അപ്പം എൻ്റെ ഒരു അവസരം വന്നപ്പോൾ എൻ്റെ അടുത്ത് ആ ചോദ്യം ചോദിച്ചതെന്നുള്ളത്. അപ്പം ജാസ്മിൻ പറയാണ്, ഞാൻ എവിടെയും ഗബ്രീൻ്റെ ഈ വിഷയത്തിൽ വീട്ടിൽ പോകണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന്.
അത് കള്ളാണ് ജാസ്മിൻ അപ്സരേൻ്റെ അടുത്ത് ജയിലിൻ്റെ അവിടെ ഇരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗബ്രി സീക്രട്ട് റൂമിലാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അവൻ ഈ ആഴ്ച ഇങ്ങ് വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് പോകണം, എനിക്ക് പറ്റത്തില്ല ഇവിടെ ഇങ്ങനെയെന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ സിജോ ഹൈജീൻ്റെ പ്രശ്നം പറഞ്ഞപ്പോൾ ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ മൂക്ക് ചുറ്റിയത് സിജോയ്ക്ക് ഡിസ്കംഫർട്ടായി എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ ഒരു ഹൈജീൻ്റെ പ്രശ്നമായിട്ട് മാറും? ഡിസ്കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, പക്ഷെ അത് ഹൈജീൻ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ളതാണ് ജാസ്മിൻ പറയുന്നത്. ഞാൻ പറയുന്നത് ജാസ്മിൻ്റെ അടുത്ത്, ഇപ്പോൾ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ജാസ്മിൻ അലർജി ഉണ്ട്, ത്രൂ ഔട്ടായിട്ട് മൂക്കിൽ നിന്ന് ഇങ്ങനെ വരും. ഇപ്പം എനിക്കും അലർജി ഉള്ള ഒരാളാണ്, അതുകൊണ്ട് ജാസ്മിൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ അത് നമ്മുടെ വീടല്ല. ഓക്കെ, അവിടെ വന്നിട്ട് ഇപ്പോൾ കുക്കിംഗ് ഏരിയയിൽ നിന്നിട്ടാണെങ്കിലും മൂക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഇങ്ങനെ ശക്തിയിൽ ചീറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് ഇപ്പം അവിടെ ഉള്ളവർ നമ്മുടെ അച്ഛനും അമ്മയും ബന്ധുക്കാരും ആരും അല്ല. അവർക്കത് ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുമ്പോൾ അവരത് കണക്കാക്കുന്നത് ജാസ്മിന് ഹൈജീൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതൊരു ഹൈജീൻ്റെ പ്രശ്നം എങ്ങനെയാണ് ആവുന്നത്? നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പെരുമാറേണ്ട കുറച്ച് മര്യാദകളുണ്ട്. ഇവിടെ തുടക്കം തൊട്ടേ ജാസ്മിൻ അങ്ങനെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്, ഇവിടെ കുറച്ച് മര്യാദകൾ പാലിക്കണം എന്നുള്ള അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഒട്ടും ബോധേഡായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കാല് പിന്നെ ബാത്റൂമിൽ പോയിട്ട് വന്നിരുന്ന ആ ഹൈജീൻ്റെയൊക്കെ പ്രശ്നം അങ്ങനെ വന്നത് തന്നെ. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റം ജാസ്മിനിൽ വന്നിട്ടുണ്ട്. അത് സഡൻലി ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ മാറ്റം വന്നിട്ടുണ്ട്. അത് നല്ല മാറ്റം ആയതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനും കഴിയില്ല. അതേപോലെ ജാസ്മിൻ ഈ ടാസ്കിൽ പറയുന്നുണ്ടായിരുന്നു, ജാസ്മിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിലും ജാസ്മിന് റിഗ്രറ്റ് ഇല്ല. അത് വീട്ടുകാർ മനസ്സിലാക്കിയതിൻ്റെ പ്രശ്നമാണ്. പുറത്തിറങ്ങുമ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കിക്കാൻ പറ്റും എന്നുള്ളത്. ബിഗ് ബോസിൽ വന്ന സമയത്ത്, ഈ ഫാമിലി വീക്കിൻ്റെ സമയത്ത് ജാസ്മിൻ്റെ പാരൻസ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യേണ്ട രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ തിരിച്ച് ജാസ്മിൻ അവരെ എത്രത്തോളം മനസ്സിലാക്കും എന്നുള്ളത് എനിക്കറിയില്ല. അതേപോലെ ജാസ്മിൻ്റെ വാപ്പേൻ്റെ ഒരു വോയിസ് മെസ്സേജ് കേട്ടിരുന്നു. നമ്മുടെ സായിൻ്റെ അടുത്ത്, സായി ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് ഗബ്രീൻ്റെ അടുത്തും ജാസ്മിൻ്റെ അടുത്തും പറയണം കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കേട്ടത് വെച്ച് ജാസ്മിൻ ഈ നടന്നതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനും വിശദീകരിക്കാനും ന്യായീകരിക്കാനും ഒക്കെ പോയാലുള്ളൊരവസ്ഥ